എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഒരേ ടൈപ്പ് ഇഡ്ഡലി കഴിക്കാതെ വളരെ വ്യത്യസ്തമായിട്ടൊക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 12ാമത്തെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞെടുക്കുക, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാമേ. മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാറുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാള വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാവുന്നതാണ്. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇഡ്ഡലി മാവ് നമുക്കിങ്ങനെ ഒരു കുച്ചു തവി, നമുക്ക് എന്തുമാത്രം വലിപ്പത്തിലുള്ള ഇഡ്ഡലി വേണം അതിനനുസരിച്ച് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി മാവെല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 9 മിനിറ്റ്, നമ്മൾ ഇഡ്ഡലി ആവി കയറ്റി എടുക്കത്തില്ലേ അതുപോലെ തന്നെ 8-9 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഇഡ്ഡലി എല്ലാം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ ഇഡ്ഡലിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയും ഈ ഒരു ഇഡ്ഡലിക്ക് മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. എല്ലാ ഇഡ്ഡലിക്ക് മുകളിലേക്കും ഈ ഒരു ഇഡ്ഡലിപ്പൊടി നമുക്ക് വിതറിയിടാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയോ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, ഡിന്നറായിട്ടോ സ്നാക്സായിട്ടോ ഒക്കെ ചെയ്യാം. ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പി തന്നെയാണ്. ഈ ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.